നമസ്കാരം. ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ വീണ്ടും മുംബൈ ഇന്ത്യൻസ് തോറ്റു തൊപ്പിയിട്ടെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന മുംബൈ ജയിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെ ഇന്ന് മുംബൈ എന്ന് ജയിച്ച് കാണണം, ഇന്ന് ഞാൻ മുംബൈ ജയിക്കും എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ വീണ്ടും അവരുടെ ദൗർഭാഗ്യം, കഴിഞ്ഞ കളി എങ്ങനെയാണോ തോറ്റത്, 12 റൺസിന് കഴിഞ്ഞ കളി തോറ്റു, ഈ കളിയും അതുപോലെ തന്നെ 12 റൺസിന് തോറ്റു എന്നുള്ളതാണ്. അതുപോലെ ഈ തോറ്റെങ്കിലും ഹാർദിക് പാണ്ഡ്യയുടെ കളി ഇന്ന്, ഹാർദിക് പാണ്ഡ്യയുടെ അടി എന്റെ ഒരു രക്ഷയില്ലാത്ത അടിയായിരുന്നു ഹാർദിക് പാണ്ഡ്യ. കാരണം ആ ഒരു വേവ് അവന് ഉണ്ടാവും. ക്യാപ്റ്റനാണ്, ഒരു കളിയും ജയിക്കുന്നില്ല. ആ കൂടെ ഒരു കളിയാണ് ജയിച്ചത്. 8ാം സ്ഥാനത്താണ് ഇപ്പൊ ഉള്ളത്. മനസ്സിലായി? RCB ഇപ്പൊ ഈ കളി ജയിച്ചതോടുകൂടി 3ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോ എന്തൊക്കെ പറഞ്ഞാൽ ബുംറ ഇന്ന് തിരിച്ചു വന്നു. ബുംറ തിരിച്ചു വന്നപ്പോഴെങ്കിലും അവന്റെ ഒരു ഭാഗ്യം കൊണ്ടെങ്കിലും മുംബൈ ഇന്ത്യൻസ് ഇന്ന് ജയിക്കുമെന്ന് കരുതി. പക്ഷേ ഈ പറയുന്ന ബുംറയെ യൂസ് ചെയ്ത രീതി ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്രയും റൺസ്, അതായത് 221 റൺസ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരിച്ചടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. എന്നിട്ടും 209 റൺസ് അടിച്ചു. മനസ്സിലായി? 222 റൺസ്, 221 റൺസ് വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ പറയാം ഹാർദിക് പാണ്ഡ്യ എന്ന് പറയും. ആ ബുംറയെ നല്ല രീതിയിൽ അവൻ യൂസ് ചെയ്തില്ല എന്നുള്ളത് ഒരു നിർണായക ഘടകമാണ്. ലാസ്റ്റ് എറിയാൻ വേണ്ടി വെച്ചിരുന്നു. അവൻ ലാസ്റ്റ് 2 ഓവർ എറിയാൻ വന്നപ്പോൾ ഇവിടെ ഏതാണ്ട് 200 കഴിഞ്ഞു. മനസ്സിലായോ? അതൊക്കെയാണ് സംഭവിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് RCBക്ക് പിന്നീട് RCB ആണ് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്തത്. അവരുടെ ബാറ്റിങ്ങില് ഈ പറയുന്ന ഈ കോഹ്ലി എന്ത് അടിയടി, കോഹ്ലി നെരിച്ച അടിയാണല്ലോ. പൈസാം കാലത്ത് പോണ പോക്കിലെ അടിയാണ് ഇന്ന് കോഹ്ലി അടിച്ചത്. 42 ബോളിൽ 67 റൺസാണ് കോഹ്ലിയാണ് അവരെ കളിയിലേക്ക് കൊണ്ടുവന്നത്. 8 4കളും 2 6കളും അടിച്ചുകൊണ്ട് 67 റൺസ് അടിച്ചു കൂട്ടി. ഈ സാൾട്ട് ആയിരുന്നല്ലോ ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ. അവരെ എങ്ങനെയെങ്കിലും ഔട്ടാക്കണം, പെട്ടെന്ന് പറഞ്ഞു വിട്ടണം എന്നൊക്കെ ആയിരുന്നു ഇവരുടെ ആഗ്രഹം. അത് നടന്നു. ബോൾട്ടിന്റെ പിന്നെ ഫസ്റ്റ് ബോൾ 4 അടിച്ചു, രണ്ടാമത്തെ ബോൾ ക്ലീൻ ബൗൾഡ്, കിടിലം ബൗൾഡ് ആയിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് ഓവർ ടൈറ്റ് ആക്കി, ബോൾട്ട് ടൈറ്റ്, ഒരു വിക്കറ്റ് ഒക്കെ എടുത്ത് ടൈറ്റ് ആയിരുന്നു. ആ സമയത്ത് ദീപക് ചാറിന് സെക്കൻഡ് ഓവർ കൊടുത്തത്. അതല്ല ചെയ്യാണ്ടായിരുന്നത്. ആ സമയത്ത് 2 ഓവർ ഓപ്പണിംഗ് 2 സ്പെല്ല് ഈ ബുംറയെ കൊണ്ട് തന്നെ എറിയിപ്പിക്കണമായിരുന്നു. ബുംറയെ കൊണ്ട് തന്നെ എറിയിപ്പിച്ചെങ്കിൽ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഒരു വിക്കറ്റും കൂടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവിടെ ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യക്ക് വലിയ ഒരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളതാണ്. ആ സമയത്ത് നിന്നുകൊണ്ടാണ് ഈ പറയുന്ന പടിക്കലും വിരാട് കോഹ്ലിയും തമ്മിൽ ആഞ്ഞടിച്ചത്. മനസ്സിലായോ? അവിടെ ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യക്ക് വലിയ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ പറയാം. ദേവദത്ത് പടിക്കലും ഈ പറഞ്ഞ 37 റൺസ് അടിച്ചു, 3 6കൾ അടിച്ചു, 2 4കളും. അതിനുശേഷം വന്ന അവരുടെ ക്യാപ്റ്റനായ പട്ടിദാർ എല്ലാ കളിയും അവൻ കളിക്കുന്നുണ്ട് കേട്ടോ. 32 ബോൾ മാത്രം ഫേസ് ചെയ്തുകൊണ്ട് 64 റൺസാണ് അടിച്ചത്. 3 6ഉം 2 4കളും, അല്ല 5 4ഉം 4 6കളും അടിച്ചു. ദേവദത്ത് പട്ടിദാർ. ലിവിങ്സ്റ്റൺ ഡക്ക് ആയിരുന്നു ഔട്ടായത്. ഇനി വിക്കറ്റ് നോക്കുകയാണെങ്കിൽ 2 വിക്കറ്റ് ബോൾട്ട് തള്ളിവിട്ടു. പക്ഷേ നല്ല അടി വാങ്ങിച്ചു കേട്ടോ, നല്ല അടി വാങ്ങിച്ചു. 57 റൺസ് വിട്ടുകൊടുത്തത്. 17.25 ശരാശരിയിലാണ് അവൻ വിട്ടുകൊടുത്തത്. ദീപക് ചാഹർ 23, 2 ഓവർ അവനെ കൊണ്ട് എറിയിപ്പിച്ചുള്ളൂ. ബുംറയെ തിരിച്ചു വരവ്, സത്യം പറഞ്ഞാൽ വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിലമായിട്ട് ബുംറ ലാസ്റ്റ് 2 ഓവറിലൊക്കെ ഒരുവിധം പിടിച്ച്, ആ ബുംറയുടെ ഓവറിലൊക്കെയാണ് ഇതിൽ പിടിച്ചു നിന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല സ്കോർ, ഇതൊക്കെ അങ്ങ് അപ്പുറം പോയ തന്നെ. മനസ്സിലായോ? പിന്നെ വേറെ ആരും എടുത്ത് പറയത്തക്ക ആരുമില്ല. നമ്മുടെ പയ്യന് 1 ഓവർ മാത്രമേ കൊടുത്തുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. 1 ഓവർ മാത്രം കൊടുത്തു, അവൻ ഒരു വിക്കറ്റും തള്ളിയിട്ടു, നമ്മുടെ പുത്തൂർ. മനസ്സിലായോ? അപ്പൊ ഇതായിരുന്നു. അപ്പൊ എല്ലാരും കൂടി ഇവന്മാർ 221 റൺസ് അടിച്ചു വെച്ചു. അതിന് മറുപടിയായിട്ട് രോഹിത് ശർമ്മ ഇന്ന് കളിക്കാനുണ്ടായിരുന്നു. രോഹിത് ശർമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 9 ബോൾ നേരിട്ടുകൊണ്ട് 17 റൺസ്, 2 4ഉം 1 6 ഒക്കെ അടിച്ചു പോകണമെന്നാണ് തുടർന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബൗൾഡ് ആയി പോയി. യാഷ് ദയാൽ ഇന്ന് നല്ല രീതിയിൽ എറിഞ്ഞിട്ടുണ്ട്. യാഷ് ദയാൽ അവന്റെ എറിയിൽ ബൗൾഡായി പോയി. അതുപോലെ റിക്കിൾട്ടൺ 17 ഇന്നത്തെ ഫോമിലേക്ക് വരുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ റിക്കിൾട്ടണും LBW ഹൈസൽവുഡ് നല്ല രീതിയിൽ, ഹൈസൽവുഡിന്റെ ആദ്യത്തെ 2 ഓവറിൽ ഒരു ബൗണ്ടറി പോലും കടന്നില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 2 പിന്നെ അവസാനത്തെ 2 ഓവറിൽ, അവസാനത്തെ 1 ഓവറിൽ, 3ാമത്തെ ഓവറിൽ മാത്രമാണ് അവൻ അടി വീണത്. അത് ഹാർദിക് പാണ്ഡ്യ അടിച്ച അടി, അല്ലാതെ അവൻ അടിച്ചിട്ടില്ല. അപ്പൊ അവസാന ഓവർ എറിഞ്ഞ് കിടിലായിട്ട് എറിഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? വിൽ ജാക്സ് 22, സൂര്യകുമാർ യാദവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്ലച്ചൊന്നും പിടിച്ചില്ല. 23 ചാൻസ് കിട്ടി സൂര്യകുമാർ. 2 ചാൻസ്, 3 ചാൻസ്, 3ാമത്തെ ചാൻസിലാണ് അവർ എടുത്തത്. 2-3 പുട്ട് ചാൻസ് കിട്ടിയിട്ട് പോലും അതിനൊരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റിയില്ല. ഈ പറയുന്ന സൂര്യകുമാർ യാദവിന് പറ്റില്ല. 26 ബോളുകൾ ഫേസ് ചെയ്തുകൊണ്ട് വെറും 28 റൺസ് മാത്രമേ എടുത്തുള്ളൂ. തിലക് വർമ്മ, പറയാതിരിക്കാൻ പറ്റില്ല. തിലക് വർമ്മ കഴിഞ്ഞ കളി തിലക് വർമ്മയെ റിട്ടയർഡ് ഔട്ടാക്കി മാറ്റിയ ആ ഒരു മണ്ടൻ തീരുമാനം. കാരണം ഒരു പ്ലെയറിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല.
മനസ്സിലായോ? ഒരു പ്ലെയറിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന്റെ ഒരു മറുപടി ആയിട്ട്, അതിനൊരു പ്രതികാരമായിട്ട് എന്നൊക്കെ തന്നെയാണ് 29 ബോൾ മാത്രം ഫേസ് ചെയ്തു, 56 റൺസും 4 ഫോറുകളും 4 സിക്സറും അടിച്ചു. എടാ, ഇന്ത്യൻ ടീമിൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങണവനാണ്. അവനെ കൊണ്ട് 4-ആണോ 5-ആണോ നമ്മൾ ഇറക്കിപ്പിക്കുന്നത്. മഹാന ജയവർദ്ധനയുടെ ഈ കഴിഞ്ഞ കളിയിൽ അവനൊരു ശാപമാണ് ഈ സംഭവം എന്നത്. ഇത്രയും കളിച്ചുകൊണ്ടിരിക്കുന്ന, ഇത്രയും പിന്നെ കാലിബറുള്ള ഒരു ബാറ്റ്സ്മാനെ റിട്ടയർഡ് ഔട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ്സ്മാന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവല് തന്നെ മാറും എന്നുള്ളതാണ്. അതിനുശേഷം ഇറക്കി വിടുന്ന ആൾക്കാർ സാറ്റ്നറിനെ ഇറക്കി വിടുന്നത് എന്തുകൊണ്ട്? കഴിഞ്ഞ കളിയും എനിക്ക് 2 ഓവറിൽ 29 റൺസ് വേണമായിരുന്നു. ഇവിടെ 2 ഓവറിൽ 28 റൺസ് വേണമായിരുന്നു. 2 കളിയും 12 റൺസിനാണ് 2 കളിയും തോറ്റത് എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ ഇതുപോലെ അഹങ്കാരം പിടിച്ച കുറെ തീരുമാനങ്ങൾ ഇവർക്ക് തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമല്ല, ഒരു ആവശ്യത്തിലധികം എന്ത് ചെയ്യുന്നു, റണ്ണ് വിട്ടുകൊടുക്കുന്നു. ഇവരെല്ലാരും കൂടി ചേർന്ന് ആവശ്യത്തിലധികം റണ്ണ് വിട്ടെടുക്കുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് എടുത്തു പറയണം. ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഹേസൽവുഡിന് അതുവരെ തൊടാൻ പോലും ഒരൊറ്റ മനുഷ്യന് കഴിഞ്ഞില്ലായിരുന്നു. പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ ആരോടോടുള്ള വാശി തീർക്കും പോലെ വന്ന് 4 യമണ്ടം സിക്സുകൾ തന്നെയായിരുന്നു. 3 ഫോറും വെറും 15 ബോളിലാണ്. വെറും 15 ബോളുകൾ നേരിട്ടുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ 42 റൺസ് അടിച്ചു കൂട്ടിയത്. ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ഗ്രീസിൽ ഉണ്ടായിരുന്നപ്പോൾ സുഖമായിട്ട് അവർ ജയിക്കുമെന്ന് കരുതി. പക്ഷേ തൊട്ടടുത്ത ഓവറുകളിൽ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയുടെയും ഔട്ടായത് അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ അവരുടെ കളി നോക്കാനുള്ള മുഖ്യ കാരണം അതായിരുന്നു. പിന്നെ വേറെ ഒന്നും പറയില്ല. സാൻഡർ വന്ന ഒരു 6 അടിച്ചു. ദീപക് ചകാറിന്റെ കേച്ചായിരുന്നു കേട്ടോ. ദീപക് കേച്ച് അതൊരു കിടിലം കേച്ചായിരുന്നു. ഇനി വിക്കറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ അമ്മേണ, ലാസ്റ്റ് ഓവർ കുനാൽ പാണ്ഡ്യ ലാസ്റ്റ് 6 ഓവർ എറിയും എന്നുള്ളതായിരുന്നു. കുനാൽ പാണ്ഡ്യ വന്നു ലാസ്റ്റ് ഓവറിൽ 3 വിക്കറ്റ് തള്ളിയിട്ടു. കുനാൽ പാണ്ഡ്യ സൂപ്പറായിട്ട് എറിഞ്ഞു. കുനാൽ പാണ്ഡ്യയ്ക്കും അടി കിട്ടിയത് ഈ പറയുന്ന അവന്റെ സ്വന്തം അനിയനായ ഹാർദിക് പാണ്ഡ്യ വഴി കിട്ടിയ അടി തന്നെയാണ് കിട്ടിയത്. പക്ഷെ ലാസ്റ്റ് ഓവർ സ്പിന്നായിരുന്നു ഈ പറയുന്ന കുനാൽ പാണ്ഡ്യയെ കൊണ്ട് എറിയിപ്പിച്ച. ആ ഓവറിൽ 3 വിക്കറ്റുകളാണ് പോയത്. മനസ്സിലായോ? ആ ഓവറിൽ ഒരു വലിയ റൺസും അടിച്ചില്ല. ഒരു ഓവർ എന്തോ പോയെന്നല്ലാതെ വേറെ ഒരു തേങ്ങയും അടിച്ചില്ല. കുനാൽ പാണ്ഡ്യ 4 ഓവറുകൾ എറിഞ്ഞുകൊണ്ട് 45 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റുകൾ തള്ളിയിട്ടു. ഈ 45 റൺസിൽ ഏതാണ്ട് 20-ൽ കൂടുതൽ റൺസ് ഹാർദിക് പാണ്ഡ്യ അടിച്ചതാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് ഒന്നും പറയാനില്ല. അപ്പാര അടിയാണ് അടിച്ചോട്ടോ. അല്ല, ഞെട്ടിപ്പോയി. അടിക്കുന്ന എല്ലാം അത് ഹേസൽവുഡിനെ പോലുള്ള ബൗളർമാരെയൊക്കെ പട്ട മറ്റുള്ളവർക്കാർക്കും തൊടാനും കൂടി കഴിയാത്ത ബോളുകളെയാണ് ഹാർദിക് പാണ്ഡ്യ അടിച്ച് റൊട്ടി. അതും ചെറിയ 6 ഒന്നല്ല, നല്ല വെൽ ഡൺ 1.5 6 ആയിരുന്നു അടിച്ചത്. പിന്നെ ബൗളേഴ്സ് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഭുവനേശ്വർ കുമാർ ലാസ്റ്റ് വന്നെറിഞ്ഞ 2 ഓവറൊക്കെ യോർക്കറിൽ കൃത്യമായിട്ടുള്ള യോർക്ക് ഇട്ടുകൊണ്ട് അവരൊക്കെ പിടിച്ചു നിർത്തിയത്. ഭുവനേശ്വർ കുമാറിന്റെ ഹേസൽവുഡിന്റെ ലാസ്റ്റ് ഓവറും ഇവർക്ക് തൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. യാഷ് ദയാലും സൂപ്പറായിട്ട് എറിഞ്ഞു. അപ്പൊ യവന്മാരൊക്കെ ഈ പറയുന്ന RCBയുടെ കേസ് ചോദിക്കുകയാണെങ്കിൽ അവന്മാര് കൃത്യമായിട്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ട് പിടിച്ചു നിർത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ എറിയാൻ ഒരാൾക്കാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടുത്തെ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ കേസ് വഹിക്കുമ്പോൾ ചുമ്മാ റൺസ് വിട്ടു കൊടുക്കുകയാണ്. ബുംറ മാത്രമാണ് കൃത്യമായിട്ട് എറിഞ്ഞത്. പക്ഷെ ആ ബുംറയെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവർ യൂസ് ചെയ്തില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഓവറിൽ ഈ പറയുന്ന ബോൾട്ടിന് ആദ്യം ഒരു വിക്കറ്റ് കിട്ടിയപ്പോൾ ആ സാട്ടിനെ ബൗൾഡ് ആക്കി ആ സമയത്ത് സെക്കൻഡ് സ്പെല്ലിൽ ആരെ കൊണ്ടുവരണമായിരുന്നു? സെക്കൻഡ് ഓവർ എറിയാൻ വേണ്ടിയിട്ട് ബുംറയെ കൊണ്ടുവരണമായിരുന്നു. അവിടെ ബുംറയെ അതിലൊരു മാറ്റി നിർത്തില്ല. ആ അവസാനം ഡെത്ത് ഓവറിൽ എറിയിപ്പിക്കാൻ മുന്നേ മാറ്റി നിർത്തി. ഡെത്ത് ഓവറിൽ തന്നെ എറിഞ്ഞു പിടിക്കുകയും ചെയ്തു. പക്ഷെ ഡെത്ത് ഓവർ എത്തിയപ്പോൾ തന്നെ മാക്സിമം റൺ ഔട്ട് അടിച്ച് കയറ്റി വെച്ചായി അവര്. മനസ്സിലായോ? ആ സമയത്ത് ദീപക് ചഹാറിനെ മാറ്റിക്കൊണ്ട് ആ സമയത്ത് അല്ലെങ്കിൽ ആ പൊസിഷനിൽ ഈ പറയുന്ന ബുംറയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു വിക്കറ്റും കൂടി, ഈ കോഹ്ലിയുടെ വിക്കറ്റും കൂടി ആ സമയത്ത് തള്ളിയിട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല കളി. 170-180 റൺസിനകത്ത് വെച്ച് ഇവർ ഒതുക്കുകയും ചെയ്യാമായിരുന്നു. കൈ ഒടിച്ചുകൊണ്ട് എന്ത് ചെയ്തു ഈ കളി ജയിക്കുകയും ചെയ്യാമായിരുന്നു. എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന കഷ്ടകാലം എന്നല്ല ഭാഗ്യക്കേട് എന്നൊക്കെ തന്നെ പറയുന്നത് 8ാം സ്ഥാനം. ഇനിയിപ്പോ പ്ലേ ഓഫിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് പ്ലേ ഓഫിൽ വരാൻ. ഇനി പറഞ്ഞ കാര്യം വലിയ ഡൗട്ടാണ് എന്നുള്ളത്. അതുപോലെ RCB എന്തായാലും ഫോം തെളിഞ്ഞിരിക്കുന്ന ഒരു കളി മാത്രമേ തോറ്റുള്ളൂ, 3 കളി എന്തോ ജയിച്ചിട്ടുണ്ട്. RCB അങ്ങനെ 3ാം പൊസിഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ മുംബൈ ഇന്ത്യൻസിന്റെ തോൽവിയുടെ പരമ്പര വീണ്ടും തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.